സൗത്തിനെ കുറിച്ച് പറയൂ. അവിടെ ലീഗിന്റെ കേന്ദ്രങ്ങളിലേക്ക് വോട്ടെണ്ണൽ എത്തിയോ? ഇപ്പോഴും ടി റെനീഷ് തന്നെയാണോ മുന്നിൽ കോഴിക്കോട് സൗത്തിൽ? അത് നിലവിൽ റെനീഷ് മുന്നിട്ട് നിൽക്കുക തന്നെയാണ്. അതായത് NDAക്ക് ഭൂരിപക്ഷമുള്ള ആധിപത്യമുള്ള മേഖലയിലാണ് സൗത്ത് മണ്ഡലത്തിൽ ആദ്യമേ തന്നെ വോട്ടെണ്ണുന്നത്. അതേ ട്രെൻഡ് അനുസരിച്ച് തന്നെ അവിടെ റെനീഷിന് മുന്നിലെത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്തതായി പോകേണ്ടത് കുറ്റിച്ചിറ, മുഖദാർ ഉൾപ്പെടെയുള്ള മേഖലയിലേക്കാണ്. അവിടെ UDFന്, മുസ്ലിം ലീഗിന് വലിയ ആധിപത്യമുള്ള മേഖലയാണ്. ആ സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലീഡ് ഏതായാലും തിരിച്ച് കുറയ്ക്കാൻ കഴിയും, ഇല്ലാതാക്കാൻ കഴിയും, മുന്നിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷ UDFനെ സംബന്ധിച്ച് ഏതായാലും തന്നെ ഉണ്ട്. എന്തായാലും സൗത്ത് മണ്ഡലത്തിൽ ആദ്യമേ NDAക്ക് സ്വാധീനമുള്ള പുതിയറടക്കം, നേരത്തെ റെനീഷ് ജയിച്ച പുതിയറടക്കമുള്ള മേഖലകളാണ് എണ്ണുന്നത്. അവിടെയാണ് NDA ശരി. KV രാഹുലാണ്. അപ്പോൾ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക്, കുറ്റിച്ചിറയിലേക്കൊക്കെ എത്തുമ്പോൾ അത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസമാണ് ഇപ്പോഴും ഉള്ളത്. ഫൈസൽ ബാബു സേഫായി ജയിച്ചു കയറും. ഇപ്പൊ KC വേണുഗോപാലിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിലൂടെയാണ്. KC വേണുഗോപാൽ ഇപ്പോൾ വോട്ടെണ്ണലിന്റെ ഓരോ വിവരങ്ങൾ 90-ലേക്ക് എത്തി, വീണ്ടും 90-ലേക്ക് എത്തി UDF. ഔദ്യോഗികമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവയ്ക്കുന്ന വിവരമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 49 സീറ്റിൽ കോൺഗ്രസ് സംസ്ഥാനത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നുണ്ട്. CPM 29 സീറ്റിലാണ് ലീഡ് ചെയ്യുന്നത്. 49 കോൺഗ്രസ്, CPM 29. മുസ്ലിം ലീഗ് 17 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. CPI 12 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. കേരള കോൺഗ്രസ് M 4 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. BJP 3 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. കേരള കോൺഗ്രസ് VN വാസവൻ സേഫ് അല്ല കേട്ടോ. 6636 വോട്ടിനാണ് ഇപ്പോൾ നാട്ടകം സുരേഷ് ലീഡ് ചെയ്തത്. അപ്പം VN വാസവൻ ഏതാണ്ട് തോൽക്കുമെന്ന് ഉറപ്പിക്കാം. തോക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. എനിക്ക് തോന്നുന്നു ഷിനോജിനെ നമ്മൾ ഉടൻ തന്നെ വിളിക്കേണ്ടതുണ്ട്. ഷിനോജ് ഏതൊക്കെ മേഖലയിലൂടെയാണ് ഈ വോട്ടെണ്ണൽ ഇപ്പോൾ നടക്കുന്നത്? ഇനി വാസവന് കൂടുതൽ ലീഡ് നേടാൻ കഴിയുന്ന അല്ലെങ്കിൽ തിരിച്ചു പിടിക്കാൻ കഴിയുന്ന ഏതെങ്കിലും മേഖലകൾ ബാക്കിയുണ്ടോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും അവസാനം വരുമ്പോഴേക്ക് LDF വലിയ രീതിയിൽ ലീഡ് പ്രതീക്ഷിക്കുന്ന മേഖലകളിലൂടെയാണ് വോട്ടെണ്ണൽ നടക്കേണ്ടത്. ഷിനോജ്, ഇപ്പോ മന്ത്രി VN വാസവൻ 2 റൗണ്ട് കഴിയുമ്പോൾ വലിയ രീതിയിൽ പിന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഏത് മേഖലയിലാണ് വോട്ടെണ്ണുന്നത്? ഇനി ഏതൊക്കെ മേഖലയിൽ അല്ലെങ്കിൽ മന്ത്രിക്ക് പ്രതീക്ഷ വെക്കുന്ന വോട്ട് റൗണ്ടുകൾ ബാക്കിയുണ്ടോ? 3 റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ UDF നാട്ടകം സുരേഷ് 6896 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. അതായത് 3 റൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ നീണ്ടൂർ പഞ്ചായത്തുണ്ട്. നീണ്ടൂർ പഞ്ചായത്ത് അതുപോലെ തന്നെ അതിരമ്പുഴ UDFിന്റെ ശക്തി കേന്ദ്രമാണ്. അവർ 5000-ഓളം വോട്ട് ലീഡ് പ്രതീക്ഷ മേഖലയാണ്. അതിരമ്പുഴയിൽ ഇനി 8 ബൂത്ത് എണ്ണാനുണ്ട്. ഒരു 5 റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ UDFിന്റെ ലീഡ് എന്ന് പറയുന്നത് ഒരു 9000-ലേക്ക് എത്തുകയാണെങ്കിൽ അത് VN വാസവനെ സംബന്ധിച്ച് മറികടക്കുക വളരെ പ്രയാസമാണ്. അവസാന റൗണ്ടുകളിൽ എണ്ണുന്നത് LDFിന്റെ ശക്തി കേന്ദ്രമാണ്. പക്ഷേ കുമരകം, അയ്മനം, തിരുവാർപ്പ് ഉൾപ്പെടെയുള്ള 3 പഞ്ചായത്തുകൾ LDFിന്റെ ശക്തി കേന്ദ്രമാണ്. അവസാന റൗണ്ടിലാണ് ഇവിടെ പ്രധാനമായും അവസാന റൗണ്ടിലാണ് അയ്മനവും കുമരകവും തിരുവാർപ്പും എണ്ണുമ്പോഴാണ് CPM അനുകൂലമാകുക. അപ്പോൾ വാസവൻ വീണു പോകും എന്ന് കരുതേണ്ടതില്ല. ഒരുപക്ഷെ തിരിച്ചു വന്നേക്കാം.